നമസ്കാരം. ഓക്സി അസറ്റലൈൻ വെൽഡിംഗ് OAW ഉപയോഗിച്ച് 1G ഫ്ലാറ്റ് പൊസിഷനിൽ 2 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള കോപ്പർ ഷീറ്റിലെ സ്ക്വയർ ബട്ട് ജോയിന്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാനാകും. ശരിയായ നോസിൽ സൈസും ഫില്ലർ റോഡും, അതായത് കോമ്പോസിഷനും സൈസും, ഗ്യാസ് പ്രഷേഴ്സും ഫ്ലക്സും തിരഞ്ഞെടുക്കുക. ജോയിന്റിലും ഫില്ലർ റോഡിലും ഫ്ലക്സ് ഉപയോഗിക്കുക. ജോബ് പ്രീഹീറ്റും പോസ്റ്റ് ഹീറ്റും ചെയ്യുക. വെൽഡിംഗ് സമയത്ത് ബ്ലോ പൈപ്പും ഫില്ലർ റോഡും ഉചിതമായ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുക. ജോയിന്റ് വൃത്തിയാക്കി ഫ്ലക്സ് റെസിഡ്യൂ നീക്കം ചെയ്യുക. സർഫേസ് വൈകല്യങ്ങൾ, ബീഡ് സൈസ്, പ്രൊഫൈൽ എന്നിവയ്ക്കായി വെൽഡ്മെന്റ് പരിശോധിക്കുക. കോപ്പർ ഷീറ്റിലെ സ്ക്വയർ ബട്ട് ജോയിന്റിന് ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും: കോപ്പർ ഷീറ്റ്, ക്ലീനിംഗ് സോൾവെന്റ്, മെറ്റൽ ഫയൽസ്, നോസിൽ, ബെഞ്ച് വൈസ്, wire brush or emery paper, chipping hammer, bevel protractor, copper silver alloy filler rod, copper silver alloy flux. കോപ്പർ ഷീറ്റിലെ സ്ക്വയർ ബട്ട് ജോയിന്റിന്റെ ആവശ്യ ഘടകങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ആദ്യം ഓക്സൈഡുകളും മറ്റു മാലിന്യങ്ങളും നന്നായി നീക്കം ചെയ്യാൻ എമരി ഷീറ്റ് അല്ലെങ്കിൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വർക്ക് പീസിന്റെ സർഫേസ് വൃത്തിയാക്കുക. ഓക്സൈഡുകൾ വെൽഡിംഗ് പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും വെൽഡിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനാൽ ഇത് ഒരു പ്രധാന ഘട്ടമാണ്. അടുത്തതായി വെൽഡ് ശക്തവും ദൃഢവുമാണെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ ഫോമിലേക്ക് അരികുകൾ ഫയൽ ചെയ്യുക. തുടർന്ന് 5, 7 നോസിൽ നമ്പറുകൾ തിരഞ്ഞെടുക്കുക. സമാനമായ തിക്നെസ് ഉള്ള കോപ്പർ ഷീറ്റുകൾ വെൽഡിംഗ് ചെയ്യുന്നതിന് ഈ നോസിൽ സൈസ് അനുയോജ്യമാണ്. കോപ്പർ ഷീറ്റിന്റെ തിക്നെസ് ഗ്യാസ് പ്രഷറിന് അനുസരിച്ചായിരിക്കണമെന്നും അതിനനുസരിച്ച് നോസിൽ സൈസ് തിരഞ്ഞെടുക്കണമെന്നും ഓർമ്മിക്കുക. ഷീറ്റ് തിക്നെസ് അനുസരിച്ച് ഗ്യാസ് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുക. 2.00 മില്ലിമീറ്റർ ഡയാമീറ്ററുള്ള കോപ്പർ സിൽവർ അലോയ് ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക. ഈ ഫില്ലർ റോഡ് കോപ്പറുമായി പൊരുത്തപ്പെടുന്ന ഒരു മെറ്റീരിയലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ശക്തമായ വെൽഡ് സൃഷ്ടിക്കാൻ സഹായിക്കും. ഇപ്പോൾ ഒരു കോപ്പർ സിൽവർ അലോയ് ഫ്ലക്സ് തിരഞ്ഞെടുക്കുക. ഇത് വെൽഡിംഗ് സമയത്ത് ഓക്സിഡൈസുകളുടെയും മറ്റ് മാലിന്യങ്ങളുടെയും രൂപീകരണം തടയാൻ സഹായിക്കുന്നു. സേഫ്റ്റി ഗ്ലാസസ്, ഗ്ലൗസ്, വെൽഡിംഗ് ഹെൽമെറ്റ് എന്നിവ പോലുള്ള സേഫ്റ്റി മുൻകരുതലുകൾ ഉപയോഗിക്കാൻ എപ്പോഴും ഓർക്കുക. മുന്നോട്ടു തുടരുന്നതിന് ശരിയായ റൂട്ട് ഗ്യാപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡിവർജിംഗ് അലവൻസ് ഉപയോഗിച്ചോ ജോബ് സജ്ജീകരിക്കുക. അതായത് 300 മില്ലിമീറ്ററിന് 3 മുതൽ 4 മില്ലിമീറ്റർ എന്ന റേറ്റിൽ ഡിവർജിംഗ് ചെയ്യുക. കോപ്പറിന്റെ തെർമൽ എക്സ്പാൻഷൻ സ്വഭാവം കാരണം ഗ്യാപ്പ് എളുപ്പത്തിൽ അടയുമെന്നതിനാൽ ഡിവറജൻസ് റൂട്ട് ഗ്യാപ്പ് അത്യന്താപേക്ഷിതമാണ്. കോപ്പറിന് തെർമൽ എക്സ്പാൻഷന്റെ കോഎഫിഷ്യൻസ് ഉണ്ട് എന്നത് ശ്രദ്ധിക്കുക. കൂടാതെ കോപ്പറിന്റെ തെർമൽ എക്സ്പാൻഷൻ വളരെ ഉയർന്നതാണ്. അതിനാൽ ഇത് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്നു. വെൽഡിംഗിന്റെ ഈ പ്രക്രിയയിൽ ഒരിക്കലും ടാക്ക് വെൽഡ് ചെയ്യരുത്, കാരണം അത് കോപ്പറിനെ നശിപ്പിക്കുന്ന ഹീറ്റ് സൃഷ്ടിക്കും. കൂടാതെ കർശനമായി ന്യൂട്രൽ ഫ്ലെയിംസ് കോപ്പർ വെൽഡിംഗ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ ഫ്ലെയിം സജ്ജമാക്കുക.
ഇപ്പോൾ ഒരു ഘട്ടം ഘട്ടമായുള്ള നടപടിക്രമം ഉപയോഗിച്ച് കോപ്പർ ഷീറ്റുകൾ എങ്ങനെ വെൽഡ് ചെയ്യാമെന്ന് നോക്കാം. ആക്ച്വൽ വെൽഡിംഗ് പ്രോസസ് ആരംഭിക്കുന്നതിനു മുമ്പ് ബേസ് മെറ്റൽ മൈലിന്റെ കഴുത്തിന്റെ നിറം പോലെ ആകുന്നതുവരെ പ്രീ ഹീറ്റ് ചെയ്യുക, അതായത് 350 ഡിഗ്രി സെൽഷ്യസ് വരെ. വെൽഡിംഗ് സമയത്ത് കോപ്പർ റാപ്പിംഗ് ചെയ്യുന്നത് തടയാൻ ഈ പ്രക്രിയ സഹായിക്കും. പ്രക്രിയയിൽ ഉടനീളം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉറപ്പാക്കുക. അടുത്തതായി ഫില്ലർ റോഡിലും ജോയിന്റ്സിലും ഫ്ലക്സ് പേസ്റ്റായി അപ്ലൈ ചെയ്യുക. തുടർന്ന് ലെഫ്റ്റ് വാർഡ് ടെക്നിക് കോപ്പർ വെൽഡിങ്ങിനുള്ള ഏറ്റവും ഫലപ്രദമായ ടെക്നിക് ഉപയോഗിച്ച് ജോയിന്റിൽ മതിയായ റീഇൻഫോഴ്സ്മെന്റുകളോടെ മെറ്റൽ ഒറ്റ റണ്ണിൽ ഗ്രൂവിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. ബ്ലോ പൈപ്പ് ആംഗിൾ 60 ഡിഗ്രി മുതൽ 80 ഡിഗ്രി വരെ ആയിരിക്കണം. കൂടാതെ ഫില്ലർ റോഡ് ആംഗിൾ ലൈൻ ഓഫ് വെൽഡിന്റെ 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ ആയിരിക്കണം. ഈ ആംഗിൾസ് ശക്തവും സോളിഡ് വെൽഡിനും ആവശ്യമാണ്. എല്ലായ്പ്പോഴും ഉരുകിയ പൂളുകളും ഫെല്ലർ റോഡിന്റെ ടിപ്പും പുറം കവറിന്റെ ഷാഡോയിൽ സൂക്ഷിക്കുക. ഉരുകിയ പൂൾ ബാഷ്പീകരിക്കപ്പെടാതിരിക്കാനും ഓക്സൈഡുകളുടെ ഫോർമേഷൻ തടയാനും ഇത് സഹായിക്കും. കൂടാതെ നിങ്ങൾ ഒരു കോപ്പർ ജോയിന്റ് വെൽഡിംഗ് ചെയ്യുമ്പോൾ മറ്റൊരു ബ്ലോ പൈപ്പ് ഉപയോഗിച്ച് വർക്ക് പീസ് തുടർച്ചയായി ഹീറ്റ് ചെയ്യാൻ ഒരു സഹായിയെ നിർത്തുക. ജോയിന്റ് ക്രാക്കിംഗ് ആവുന്നത് തടയാൻ ഇത് സഹായിക്കും. വെൽഡിംഗിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ പോസ്റ്റ് ഹീറ്റിംഗ് പ്രക്രിയ നടത്തുക. ജോബ് 300 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോസ്റ്റ് ഹീറ്റ് ചെയ്ത് സാവധാനം തണുക്കാൻ അനുവദിക്കുക. വെൽഡിലെ സമ്മർദ്ദം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. പ്രക്രിയ അവസാനിപ്പിക്കാൻ ബീഡ് വൃത്തിയാക്കുക. തുരുമ്പ് പിടിക്കൽ തടയുന്നതിന് ജോയിന്റിന്റെ ഇരുവശത്തുമുള്ള ഫ്ലെക്സ് റീസൈഡ്യൂസ് നീക്കം ചെയ്യുക. കൂടാതെ വെൽഡ് ശക്തവും കേടുകൂടാത്തതുമാണെന്ന് ഉറപ്പിക്കാൻ ബാഹ്യവൈകല്യങ്ങൾ, ബീഡ് സൈസ്, പ്രൊഫൈൽ എന്നിവയ്ക്കായി ജോയിന്റ് പരിശോധിക്കുക. കോപ്പർ ഷീറ്റുകൾ വെൽഡിംഗ് ചെയ്യുന്നതിനുള്ള ചില അധിക നുറുങ്ങുകൾ ഇതാ. കോപ്പർ ഓവർ ഹീറ്റിംഗ് ആവുന്നത് തടയാൻ ലോ ഹീറ്റ് സെറ്റിംഗ് ഉപയോഗിക്കുക. സ്ഥിരമായ കൈയും സ്മൂത്ത് വെൽഡിംഗ് മോഷനും ഉപയോഗിക്കുക. ജോയിന്റ് ഓവർ വെൽഡ് ചെയ്യരുത്. നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും ആക്ച്വൽ ജോയിന്റിൽ വെൽഡിംഗ് ആരംഭിക്കുന്നതിനു മുമ്പ് സ്ക്രാപ്പ് കോപ്പർ ഷീറ്റുകളിൽ വെൽഡിംഗ് പരിശീലിക്കുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. ഓക്സൈഡ്സുകളും മറ്റു മാലിന്യങ്ങളും നന്നായി നീക്കം ചെയ്യാൻ എമരി ഷീറ്റ്സോ വയർ ബ്രഷോ ഉപയോഗിച്ച് വർക്ക് പീസിന്റെ സർഫേസ് വൃത്തിയാക്കുക. ശരിയായ റൂട്ട് ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഡൈവേർട്ടിംഗ് അലവൻസ് ഉപയോഗിച്ച് ജോബ് സജ്ജമാക്കുക. ബേസ് മെറ്റൽ മൈലിന്റെ കഴുത്തിന്റെ നിറം പോലെ ആവുന്നതുവരെ പ്രീഹീറ്റ് ചെയ്യുക. ലെഫ്റ്റ് വാർഡ് ടെക്നിക്സ് ഉപയോഗിച്ച് ജോയിന്റിൽ മതിയായ റീഇൻഫോഴ്സ്മെന്റുകളോടെ മെറ്റൽ ഒറ്റ റണ്ണിൽ ഗ്രൂവിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഓക്സി അസറ്റലിൻ വെൽഡിംഗ് OAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ അഥവാ 1G 2 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള കോപ്പർ ഷീറ്റിലെ സ്ക്വയർ ബട്ട് ജോയിന്റിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.